മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ധ്യാൻ ശ്രീനിവാസൻ. സിനിമകൾക്കൊപ്പം തന്നെ ധ്യാനിൻ്റെ അഭിമുഖങ്ങളും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരമാണ്. പ്രൊഫഷണലും വ്യക്തിപരവുമായ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നയാളാണ് ധ്യാൻ. ധ്യാനിൻ്റെ അഭിമുഖങ്ങൾ ഇടയ്ക്ക് ചർച്ചയാകാറുണ്ട്. അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉണ്ടായ എല്ലാ കാര്യങ്ങളും ധ്യാൻ പറയാറുണ്ട്. ഇപ്പോൾ മൂവി വേൾഡ് മീഡിയയിൽ വന്ന ഒരു അഭിമുഖത്തിൽ ധ്യാൻ തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. അമ്മയ്ക്ക് തൻ്റെ അഭിമുഖങ്ങൾ കാണുമ്പോൾ സങ്കടം വരാറുണ്ട്. കാരണം ഞാൻ അമ്മയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ്. പക്ഷേ അമ്മ സമ്മതിക്കില്ല. അമ്മ കുറച്ച് കള്ളം പറയുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ സത്യസന്ധനായ മകനുണ്ടാവുമ്പോൾ പ്രശ്നമുണ്ടാവും. അതുപോലെ തന്നെ ആരെങ്കിലും കാണാൻ വന്നു കഴിഞ്ഞാൽ ആരാ വന്നത്, എന്തിനാ എന്നൊക്കെ അറിയാൻ അമ്മ ഡോറിൻ്റെ സൈഡിലൊക്കെ വന്നു നിൽക്കുമെന്നും ധ്യാൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. രണ്ടുപേർ ഒരിക്കൽ എന്നെ കാണാൻ വന്നു. കഥ പറയലും ചർച്ചയുമൊക്കെയായി ഇരിക്കുകയായിരുന്നു. ഈ സമയം അമ്മ വന്നു. ചായ വേണോ എന്നൊക്കെ ചോദിച്ചു. ഈ വരുന്നത് തന്നെ അവർ എന്താണ് പറയുന്നത് എന്നറിയാനുള്ള കൗതുകത്തിൻ്റെ പുറത്താണ്. ഈ വന്നയാൾ എൻ്റെ മാമൻ്റെ ഒരു പരിചയക്കാരനാണ്. മാമൻ എന്ന് പറയുമ്പോൾ കഥ പറയുമ്പോൾ അരവിന്ദൻ്റെ അതിഥികൾ ഒക്കെ സംവിധാനം ചെയ്ത ഡയറക്ടർ എം മോഹനനാണ്. മാമൻ്റെ പരിചയക്കാരായിരുന്നു എന്നത് എനിക്കറിയില്ലായിരുന്നു. ഇയാൾ അമ്മയെ കണ്ടപ്പോൾ മോഹനനെ പരിചയമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ധ്യാൻ പറഞ്ഞു, അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളെയാണ് ഈ മാമൻ. അമ്മ മകനെ പോലെ കാണുന്ന ആളാണ്. ഇയാൾ വന്നിട്ട് മോഹനൻ്റെ കഴിഞ്ഞ സിനിമ ഓടിയില്ല, അതിൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമുണ്ടായി എന്നൊക്കെ പറഞ്ഞു. ചായ വേണോ എന്ന് ചോദിച്ചു വന്ന അമ്മയോട് ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞു. അമ്മ അവിടുന്ന് പോയി. അത് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. ശ്രീനിവാസൻ്റെ വീട്ടിൽ വന്നിട്ട് ഇമാതിരി വർത്താനം പറയരുതെന്ന് പറഞ്ഞ് പതുക്കെ കോളർ പിടിച്ച് വീടിന് പുറത്താക്കി. എന്നിട്ട് പണിക്കാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, അടിച്ചിവൻ്റെ കാലൊടിച്ചേക്ക്, ഇവൻ അമ്മയെ കരയിച്ചുവെന്ന്. അപ്പോഴേക്കും പുറത്തുള്ള ബഹളം കേട്ടിട്ട് അമ്മ ഓടി വന്നു. എന്താ മോനെ പ്രശ്നമെന്ന് എന്നോട് ചോദിച്ചു. ഇത് കേട്ട് ഞാൻ, നീ ഓരോ ചായയും ചൂലും കൊണ്ടുവന്നിട്ട് കയറിപ്പോടി വീട്ടിലോട്ട് എന്നാണ് അമ്മയോട് പറഞ്ഞത്. അമ്മയെ കരയിച്ചതിനാണ് ഇവരോട് ഞാൻ ചൂടായത്. ആ അമ്മയോട് ഞാൻ പറയുന്നത് കേട്ട് ഇയാൾ ഞെട്ടിപ്പോയി. അയാൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇത് കേട്ട് അമ്മ ഇയാളോട് പറയുവാണ്, മോനെ വേഗം പൊയ്ക്കോ, ഇവന് അതായത് എനിക്ക് ഭ്രാന്താണെന്ന്. അങ്ങനെ അമ്മ അയാളെ രക്ഷിച്ചു എന്ന് പറയാം. ധ്യാൻ പറഞ്ഞു, ഞാൻ കള്ളം പറയാറില്ല. പിന്നെ കഥ പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊലിപ്പിക്കാറുണ്ട് എന്നു മാത്രം. പക്ഷേ അച്ഛൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അമ്മ പൊറോട്ട ചോദിച്ച കഥയൊക്കെ സത്യസന്ധമായി പറഞ്ഞതാണെന്നും ധ്യാൻ പറഞ്ഞു.